ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു കുട്ടി ക്രാഫ്റ്റുമായിട്ടാണ്. ഫാദേഴ്സ് ഡേയുടെ കാർഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് പേരൊക്കെ എനിക്ക് കാർഡ് ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തന്നു. താങ്ക് യു. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഒറിഗാമി ക്രാഫ്റ്റുമായിട്ടാണ്. ഈ പേപ്പർ ക്രാഫ്റ്റ്സ് തന്നെയാണ് നമ്മൾ ഒറിഗാമി ക്രാഫ്റ്റ്സ് എന്നും പറയുന്നത്. അപ്പം നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് ആവശ്യം കുറച്ച് കളർ പേപ്പേഴ്സാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 8 ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ള A4 സൈസ് ഷീറ്റ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ശരിക്കും നമുക്കൊരു 16 പീസസ് വേണമെങ്കിൽ ഈ 16 പീസസും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 8 ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈസ്, പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു A4 ഷീറ്റാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 1/4 സൈസിൻ്റെ ഹാഫാണ് നമുക്ക് ഒരു പീസായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഒരേ കളറിൻ്റെ 2 പീസസാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ 8 കളേഴ്സിൻ്റെയും ഈ 2 പീസസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലൊരു പേപ്പർ എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള ഒരു വലുപ്പത്തിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുവാണ്. ഞാനിപ്പോൾ അതിനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ഞാൻ 4ആക്കി മടക്കി. അതിനുശേഷം ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ പേപ്പേഴ്സും ഇതേപോലെ 4ആക്കി മടക്കിയിട്ട് ഈ മടക്കി വെച്ചിരിക്കുന്ന സർക്കിൾ അതിലേക്ക് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. എല്ലാ പേപ്പേഴ്സും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സർക്കിളും ഇതേപോലെ 4ആക്കി മടക്കിയിട്ട് അതിൻ്റെ മിഡിൽ നിന്ന് ഇങ്ങനെ ഡയഗണലി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ സർക്കിളും നമ്മൾ ഇതേ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഓരോ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഡയഗണലി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നും അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണ്. ഒട്ടിച്ച് കൊടുക്കുമ്പം ഓരോ കളേഴ്സിൻ്റെയും ഒരു സെറ്റ് ആദ്യം ഒട്ടിച്ചു, വീണ്ടും അടുത്ത സെറ്റ് അതിൻ്റെ മുകളിലോട്ട് ആ സെയിം ഒരു രീതിയിൽ തന്നെ ഒട്ടിക്കുവാണ്. എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിലാണ് ഫൈനലായിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്കൊരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഒരു കമ്പി വെച്ചാണ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കുടയുടെ ഹാൻഡിൽ ആയിട്ട് യൂസ് ചെയ്യാനാണ്. പേപ്പർ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഒട്ടിച്ചെടുക്കുക. ഇനി റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിൻ്റെ ഒരറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പേപ്പറിലും അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പറിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ റോളിലോട്ട് ഒട്ടാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ റോൾ ചെയ്തിരിക്കുന്ന പേപ്പറിൻ്റെ ഒരറ്റം ഈ കുടയുടെ ഹാൻഡിലൊക്കെ പോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. അത് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് കറക്റ്റായിട്ട് വന്നോളും. പിന്നെ ഇനി അതിൻ്റെ ടോപ്പിൽ ഒരു മുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ ക്രാഫ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കും. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞും പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴൊക്കെ ഇങ്ങനത്തെ കുഞ്ഞി ക്രാഫ്റ്റ്സൊക്കെ ചെയ്യുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാരെല്ലാവരും ഈ ക്രാഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്കും വലിയവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്രാഫ്റ്റ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.